ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന CJP വിദ്യാർത്ഥി സമരത്തില് പങ്കെടുത്തവരെല്ലാവരും വിദ്യാർത്ഥികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത് സംശയത്തിന് മുൾമുനയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അബ്രേക്കോ ഫ്രൈറ്റ് എന്ന കമ്പനിയിലെ 23 മലയാളി ജീവനക്കാരെയാണ് CJP നയിക്കുന്നത് ജന്തർ മന്ദിറിൽ നടന്ന സമരത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അതും കമ്പനി മുതലാളിയായ മുഹമ്മദ് ഷാജി നിലമ്പൂർ സ്വന്തം ചെലവിൽ ജീവനക്കാർക്ക് വിമാന ടിക്കറ്റും താമസ സൗകര്യം നൽകി ഡൽഹിയിൽ എത്തിച്ചു. ഇതുവരെ വളരെ ക്ലിയർ ആണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ. സമരം അവസാനിക്കുന്നതുവരെ അവിടെ തന്നെ താമസിച്ചോളൂ, അതായത് അവിടെ തന്നെ നിന്നോളൂ, നിങ്ങളായിരിക്കണം സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാവുന്നത് എന്ന രീതിയിലാണ് അവർക്ക് 23 മലയാളി ജീവനക്കാരെയാണ് അയാളുടെ സ്വന്തം, അതായത് താല്പര്യത്തിനനുസരിച്ച് വിമാന ടിക്കറ്റും താമസ സൗകര്യം ഒക്കെ കൊടുത്ത് വിട്ടിരിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലെ മുതലാളി അവിടുത്തെ ജീവനക്കാരെ ഇങ്ങോട്ട് ഈ സമരത്തിന് വേണ്ടിയിട്ട് വിടുന്നത്? അപ്പോൾ ശരിക്കും അവിടെ തമ്പടിച്ചിരിക്കുന്ന ആളുകൾ എല്ലാം ഇത്രയും നാൾ നമ്മൾ വിശ്വസിച്ചത്, ഒരു മാസം നമ്മൾ കണ്ട കാര്യങ്ങൾ, അതായത് ഈ ഒരു മാസത്തിൽ അവിടെ കിടന്ന് ഒച്ച വെച്ചതും ആളുകൾ കൂടിയതുമെല്ലാം കണ്ട് കേരളത്തിലെ ഒരുപാട് മലയാളികളും ആ സമരത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം എന്താണ് മണ്ടന്മാരാക്കുകയാണോ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ഇത് ഒരു വിദ്യാർത്ഥി സമരമാണ്. അതായത് നാനാ ദിക്കിൽ നിന്നും വന്ന CJP എന്ന ഒരു പാർട്ടിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ മൂവ്മെന്റിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മ വളർന്നു വലുതായി ഒരു ചോദ്യം ചെയ്യാൻ, സിസ്റ്റത്തെ തന്നെ ചോദ്യം ചെയ്യാൻ പാകത്തിന് ഇപ്പോൾ ആയി എന്നുള്ള തരത്തിലാണ് CJP മൂവ്മെന്റിനെ ഇവിടെയുള്ള ആളുകളെല്ലാം കണ്ടത്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ തടിച്ചുകൂടിയ കൂട്ടം ഇങ്ങനെ പല തരത്തിലും പൈസ കൊടുത്ത് ഇറക്കുമതി ചെയ്തതാണോ അതോ വാടക സമരക്കാരാണോ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും ഇവിടുത്തെ മെയിൻ സ്ട്രീംസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ഇനി ചിലപ്പോൾ കൂടുതൽ അന്വേഷിച്ചു വരുമ്പോൾ ഇവർ ആരാണ്, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, അഭിജിത്ത് ദീപ്കെ ആയിട്ട് ഇവർക്ക് എന്താണ് ബന്ധം, കമ്പനിയിലെ മുതലാളിയുമായിട്ട് അഭിജിത്ത് ദീപ്കയ്ക്കും CJPക്കും എന്താണ് ബന്ധം, പുറമേ നിന്ന് ഫണ്ട് വന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഫണ്ട് വന്നിട്ടുണ്ടോ അതോ ഫണ്ടിന് പകരം ആളുകളാണോ എത്തിയത്, അതോ ഇനി ആളുകൾ മുഖേന ഫണ്ടുകൾ ഒഴുകുകയായിരുന്നോ എന്നാണ് ഇനി അറിയാൻ പാടില്ലാത്തത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ CJP പാർട്ടിയിൽ ഫണ്ട് പുറമേന്ന് വന്നിട്ടില്ല എന്ന് ഇനി ആരും പറയാൻ നിൽക്കരുത്. കാരണം ഇതൊരു തെളിവാണ്, സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച ഒരു തെളിവാണ്. അതായത് ഓർഗനൈസർ എന്ന് പറഞ്ഞ ഒരു മാധ്യമത്തിലൂടെ വന്ന ഒരു വാർത്തയാണ് ഇത്. ആ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ എല്ലാ പേജിലും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഒരുപോലെ ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നാളും ഇതൊരു ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിൽ വാടക സമരക്കാരെ കൊണ്ടുവന്നിട്ടാണ് ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ടത്. അങ്ങനെയല്ലല്ലോ ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ടത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ ആണ്, അത് ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ VD സതീശനെയും അങ്ങ് കർണാടകയിലെ മുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെയും അവിടേക്ക് തന്ത്രപൂർവ്വം എത്തിച്ചത്. പക്ഷെ അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു പിറന്നാൾ ആഘോഷം നടക്കുന്നില്ല, പകരം ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിന് അവിടെ പോയി നമുക്ക് സമരം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് പ്ലാൻ ഒന്ന് മാറ്റിപ്പിടിക്കാം. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ അതീവ സുരക്ഷയുള്ള ആ വസതിയുടെ മുന്നിൽ നമുക്ക് കുത്തിയിരുന്ന് അങ്ങ് സമരം ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും നിരന്നങ്ങിയിരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ പൂക്കി മുഖ്യമന്ത്രിയായ VD സതീശനും DK ശിവകുമാറും എല്ലാം വല്ലാതെ ആയിട്ടുണ്ട്. ആ ഫേസ് നോക്കിയാൽ തന്നെ അറിയാം. കാരണം നമ്മുടെ 10 വർഷമായിട്ട് നമ്മൾ മുഖ്യമന്ത്രി ഒരു ചിരി കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചിരി ഒരു 100 വോൾട്ടേജ് ചിരിയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വോൾട്ടേജ് ഒക്കെ എന്താണ് മങ്ങി പോയ അവസ്ഥയാണ്. അതേപോലെ പറ്റിക്കപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ആ ഒരു സമരത്തെ പിന്തുണച്ചിരുന്നു. പക്ഷെ ആ സമരം തന്നെ ഇപ്പോൾ കള്ളമാണോ? യഥാർത്ഥത്തിൽ അവിടെ തടിച്ചുകൂടിയ ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണോ? അതോ ഇവിടുത്തെ കേന്ദ്രത്തിലെ ഭരണം അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശ്യമായിരുന്നോ? ഇനി അതും പുറകെ വരേണ്ടതുണ്ട്. കാരണം ഇടയ്ക്ക് നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത് വാട്സപ്പ് ചാറ്റ്, അതായത് CJP സംഘടനയുടെ ഒരു കൂട്ടായ്മയായ വാട്സപ്പ് ചാറ്റില് ഇടതുപക്ഷ അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളും ഇന്ത്യ സഖ്യത്തിലെ അനുഭാവികളും എല്ലാവരും ഉണ്ട്. പക്ഷെ ഇപ്പോൾ യുവാക്കളാണ് അവിടെ തടിച്ചുകൂടിയെന്ന് പറയുകയും ചെയ്യുന്നു. എല്ലാ പാർട്ടിയുടെ പിന്തുണയും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു വാട്സപ്പ് ചാറ്റ് ലീക്ക് ആയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാപം ഉണ്ടാക്കണം, അതിലൊരു രക്തസാക്ഷികളെങ്കിലും വേണം, എന്നാലാണ് കുറച്ചും കൂടി
ഒരു ആളനക്കം വരികയുള്ളൂ എന്ന രീതിയിൽ സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ അത് ഏത് രീതിയിൽ പോയെന്നും നമുക്കറിയില്ല. എന്ന് തന്നെയാണെങ്കിൽ അഭിജിത്ത് ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളല്ല അവിടെ, ഞങ്ങളുടെ കൂടെ വരുന്ന ആരുമല്ല അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അവിടുത്തെയുള്ള സ്റ്റാച്യൂസ് ഒക്കെ തല്ലി തകർത്തത്, അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടാക്കിയത് ഞങ്ങളുടെ കൂടെ വന്ന ആരുമല്ല. ആ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണോ ഇത്? അതായത് പുറമേ നിന്ന് ഇങ്ങനെ പലരെയും പൈസ കൊടുത്ത് വരുത്തിയിട്ട് അവർ ഏത് തരം സ്വഭാവക്കാരാണെന്ന് അറിയാത്തതുകൊണ്ട് ഇനി അവർ ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങളെല്ലാം CJP-യുടെ സമരപ്പന്തലിരിക്കുന്നവരുടെ തലയിലേക്ക് വീഴ്ത്തണ്ട എന്ന് ഓർത്തിട്ട് ഒരു മുൻകൂർ ജാമ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞതാണോ ഈ അഭിജിത്ത് DK എന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി വരാൻ പോവുകയാണ്. കാരണം ഇത്രയും നാളും ഇതൊരു ജനകീയ കൂട്ടായ്മയാണ്. അതായത് യുവാക്കളുടെ ഒരുതരം ഫ്രസ്ട്രേഷൻ ആയിട്ടിരിക്കുന്ന യുവാക്കള് ഈ സിസ്റ്റം ഫെയിലിയർ ആണ്, ഈ സിസ്റ്റത്തെ മൊത്തത്തിൽ മാറ്റണം എന്ന് പറഞ്ഞ് ഫ്രസ്ട്രേഷൻ ആയിരിക്കുന്ന ഒരുതരം യുവാക്കളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിനെ ഒരുതരം ആളുകൾ, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രസ്ട്രേഷന് പുറത്ത് എടുത്തു ചാടി കാണിക്കുന്ന പല അക്രമ സ്വഭാവങ്ങളാണ് അവിടെ നമ്മൾ ഒരു കാറ്റഗറി നമ്മൾ കണ്ടത്. ഇതെല്ലാം പോകട്ടെ, പക്ഷെ അഭിജിത്ത് DK പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് സമരം ഏറെക്കുറെ തണുത്ത്, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജി വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അഭിജിത്ത് DK മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, രണ്ടാമത് വിദ്യാർത്ഥികൾക്ക് എതിരെ എടുത്ത കേസെല്ലാം പിൻവലിക്കണം. 2 ദിവസം മുന്നേ അഭിജിത്ത് DK പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമരത്തിൽ പങ്കെടുത്ത ആരും, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആരും ഒരു അക്രമം നടത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ കൂടെ അക്രമം നടത്താൻ വന്നവരല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് അഭിജിത്ത് DK പറഞ്ഞത്? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആ സമരത്തിൽ വന്ന 10,000-കണക്കിന് ആളുകളെ, ഇങ്ങനെ പല കമ്പനിയിലെ ജീവനക്കാരെ ഇങ്ങനെ പൈസ കൊടുത്ത് വിളിച്ചു വരുത്തിയതാണോ? അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണത്തെ അട്ടിമറിച്ച് ഇവിടെ കലാപം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു? യഥാർത്ഥത്തിൽ നീറ്റ് എക്സാം സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ ഇവർ സംഘടിച്ചത്? അങ്ങനെയാണെങ്കിൽ അഭിജിത്ത് DKയുടെ പുറകെ ആരാണ്? ഇതൊക്കെയാണ് ഇനി ചുരുളഴിയാത്ത രഹസ്യങ്ങളായിട്ട് കിടക്കാൻ പോകുന്നത്.